ഗൈസ്, നിങ്ങൾ യോനിയിലൊക്കെ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ക്രീസിയായിട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പലതരത്തിൽ ഏതെല്ലാം പൊസിഷനിലൊക്കെ നിന്നിട്ട് ഇത് ചെയ്യാമെന്ന്. ഇത് ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ ഒരു വൈൽഡ് സൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ അങ്ങനെ വരെ നിങ്ങൾ ചിന്തിച്ചു പോകും. അത്ര രീതിയിൽ തന്നെ അവർക്കൊരു രീതി മുറിച്ചെത്തിച്ചു കൊടുക്കാനും അത്ര എൻജോയബിളായിട്ട് ചെയ്യാനൊക്കെ ഇതിൽ സഹായിക്കും. ഓക്കെ, അപ്പോൾ യോനിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന പൊസിഷനിൽ ഒന്നെന്ന് പറയുന്നത്, സ്ത്രീ മലർന്ന് കിടക്കുന്ന സമയത്ത് സ്ത്രീയുടെ കാലുകൾ വൈഡാക്കി വെച്ച് പുരുഷൻ വന്നിട്ട് ആ ഭാഗത്ത് ഉത്തേജിപ്പിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഒരു കാല് അവരുടെ പുറത്ത് വെച്ചതിന് ശേഷം യോനിയിൽ ഉത്തേജിപ്പിക്കുന്നതാണ്. ഈ സമയത്ത് സ്ത്രീക്ക് തന്നെ അവരുടെ ബ്രസ്റ്റിലേക്ക് അമർത്തുകയും കൂടുതൽ നന്നായിട്ട് ഉത്തേജനം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്വയം സഹായിക്കാൻ പറ്റും. ഇത് വളരെ നല്ലൊരു പൊസിഷനാണ്. വാഷ്റൂമിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിംഗ് റൂമിലൊക്കെയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. സ്ത്രീ ഒരു കാലെടുത്ത് മുകളിൽ കയറ്റി വെച്ചതിന് ശേഷം, മുകളിൽ എവിടെയെങ്കിലും കയറ്റി വെച്ചതിന് ശേഷം പുരുഷൻ താഴെ ഇരുന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് ഉത്തേജിപ്പിക്കുന്നത്. സ്ത്രീയുടെ ബാലൻസിന് വേണ്ടിയിട്ട് ഒരു കൈ ഇങ്ങനെ ഭിത്തിയിലും പുരുഷൻ്റെ തലയിലും പിടിക്കാവുന്നതാണ്. അങ്ങനെ ഉത്തേജിപ്പിക്കുന്നതും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സുഖം കിട്ടാൻ വേണ്ടി സഹായിക്കും. അടുത്ത പൊസിഷനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓയിൽ പരിചയപ്പെടുത്താണ്ട്, നേച്ചർ മാനിയൻ്റെ ലിഫ്റ്റ് അപ്പ് ഓയിൽ. 100% നാച്ചുറൽ ആയിട്ടുള്ള GMB ISO ആയുഷ് സർട്ടിഫൈഡ് ഉള്ള ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ലിംഗത്തിൽ പുരട്ടാൻ പറ്റുന്ന ഓയിലാണിത്. സേഫ് നോൺ ഹാബിറ്റലുമാണ്. ഇതിൽ അശ്വഗന്ധ, ശതാവരി, ലങ്, സേഫ് മുസ്, ഒരുപാട് ഹെർബ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ലിംഗത്തിൽ പുരട്ടുന്നതിലൂടെ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ഇത് യൂസ് ചെയ്യാം കേട്ടോ. പുതിയ പാക്ക് രാവിലെയും വൈകുന്നേരം നിങ്ങൾ ലിംഗത്തിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആവുന്നവരെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലൊരു സ്മെല്ലും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുരുങ്ങിയതോ അല്ലെങ്കിൽ ഉദാഹരണ സമയവും കുറച്ചൊക്കെ ഉദാഹരണം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ടൊരു ഉദാഹരണം കിട്ടാനും നിങ്ങൾക്ക് നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക്, തടിയിലേക്കൊക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ സ്കിന്നിൻ്റെ മുകളിൽ, ലിംഗത്തിൻ്റെ സ്കിന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ, ലൈംഗികരോഗത്തിൻ്റെ കാര്യമല്ല കേട്ടോ, ഇച്ചിങ്ങോ അതുപോലെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നല്ല ഫില്ലാവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ലം പോകുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ഉദാഹരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്തവർക്കൊക്കെ വളരെ നല്ല റിസൾട്ടായിട്ടോ പറയുന്നത്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുപോലെ ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുത്തേക്കാം. അതിലൂടെ കയറി പർച്ചേസ് ചെയ്യൂ. ഇനി നിങ്ങൾക്ക് അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാനൊന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. വീട്ടിൽ വരുമ്പോൾ പൈസ കൊടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പൊസിഷനിലേക്ക് പോകാം. അതുപോലെ സ്ത്രീ ഇങ്ങനെ ഡോഗി സ്റ്റൈലിൽ നിൽക്കുന്ന സമയത്ത് പുറകിലൂടെ, അപ്പോൾ ബെഡിലൊക്കെ ആണെങ്കിൽ കൈകൊത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബെഡിൻ്റെ പുറകിൽ ഇരുന്നുകൊണ്ട്, പുറത്തിരുന്നുകൊണ്ട് പുരുഷന് ബാക്കിലൂടെ യോനിയിൽ ഉത്തേജിപ്പിക്കുന്ന നാവുകൊണ്ട് ഉത്തേജിപ്പിക്കുന്ന രീതി. ആ സമയത്ത് അവരുടെ ഇടുപ്പ് പിടിച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് അവർക്ക് ഭയങ്കര ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു ഇതിമൂർച്ച വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സ്ത്രീ ഇങ്ങനെ ബെഡിൻ്റെ അറ്റത്തേക്ക് വന്ന് കിടന്നതിന് ശേഷം പുരുഷൻ അവരെ യോനിയിൽ ഉത്തേജിപ്പിക്കുന്ന സമയത്ത് അവർ 2 കാല് ഹോൾഡ് ചെയ്തിട്ട് പുരുഷൻ്റെ പുറത്ത് വെക്കുന്നത്. ഇതും അവർക്ക് ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അറിയാലോ 69 എന്നുള്ള പൊസിഷൻ 2 പേർക്കും ഒരേപോലെ തന്നെ ഉത്തേജിപ്പിക്കുന്നത്. സ്ത്രീ മുകളിലായിട്ടോ അല്ലെങ്കിൽ താഴെയായിട്ടോ ഒക്കെ നിന്നിട്ട് അത് ചെയ്യാവുന്നതാണ്. ഈ പൊസിഷൻ തന്നെ സൈഡായിട്ട് കിടന്നിട്ട് പുരുഷ സ്ത്രീയുടെയും സ്വകാര്യ ഭാഗം ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ചെരിഞ്ഞും കിടക്കും. അതുപോലെ സ്ത്രീ കമലർന്ന് കിടക്കുന്ന സമയത്ത് പുരുഷൻ ഇടുപ്പിൻ്റെ ഭാഗം തൊട്ട് മുകളിലേക്ക് അവരിങ്ങനെ ഇരിക്കുമായിരിക്കും മുട്ടുകൂത്തിയിട്ട്. അപ്പോൾ ഇടുപ്പിൻ്റെ ഭാഗമൊക്കെ മുകളിലേക്ക് പൊക്കിയിട്ട് ഇങ്ങനെ തന്നെ നിന്നിട്ട് ഉത്തേജിപ്പിക്കുന്ന വിധത്തിൽ സ്ത്രീ ഇങ്ങനെ ഒരു റാ ഷേപ്പിലായിരിക്കും ആ സമയത്ത് ഇങ്ങനെ നിന്നിട്ട് തന്നെ ഉത്തേജിപ്പിക്കുന്ന വിധത്തിൽ. അതുപോലെ തന്നെ പിന്നെ പുരുഷൻ കിടക്കുക. അപ്പോൾ സ്ത്രീ അവരുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് അവിടെ ഇരുന്നതിന് ശേഷം പുരുഷന് വായു കൊണ്ട് അവരുടെ യോനിയിൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത് വളരെ നല്ലൊരു സെൻസേഷൻ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ബ്രസീലിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പല വീഡിയോയിലും പറയാനുണ്ട്. ഇനി വരുന്ന വീഡിയോയിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.